ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് ജനുവരി 23. പൂർവ്വപിതാവായ ഹാബേൽ. ഹാബേൽ എന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് മുഴുവൻ മനസ്സിലാകാമോ? ആബേൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ആദാമൻ്റെ മകൻ ആബേൽ, കായേനും ആബേലും, അതിൽ ആബേൽ. ആ പൂർവ്വപിതാവായ ഹാബേൽ എന്നാണ് ഹീബ്രുവിൽ ഹാബേൽ എന്നാണ്. ആബേൽ എന്ന് നമ്മൾ മലയാളീകരിച്ച് പറയുന്നതാണ്, പക്ഷേ ഹാബേൽ എന്നാണ് ഹീബ്രു. ആ ഹാബേലിൻ്റെ തിരുനാളാണ്. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലെ വിശുദ്ധരെയൊക്കെ സ്മരിക്കാത്തത്? പഴയ നിയമത്തിലെ വിശുദ്ധരെ സ്മരിക്കുന്നുണ്ട്, അതിന് തെളിവാണിത്. ആദാമിനും ഹവ്വയ്ക്കുണ്ടായ 3 മക്കളുടെ പേരുണ്ട്. അനേകം മക്കളുണ്ടായിരുന്നു, 3 മക്കളുടെ പേരുണ്ട്: കായേൻ, ഹാബേൽ, സേത്ത്. അപ്പോൾ രണ്ടാമത്തെ മകൻ കായേൻ, രണ്ടാമത്തെ മകൻ ഹാബേൽ. ഈ മനുഷ്യവംശത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് ഹാബേലാണ്. ആദാം ഹവ്വയും പിന്നെയും കുറേ നാൾ ജീവിച്ചല്ലോ. ആദ്യ മനുഷ്യൻ ആദാമാണെങ്കിലും ആദ്യമായിട്ട് മരിക്കുന്ന മനുഷ്യൻ ഹാബേലാണ്. അതേസമയം അവൻ മരിക്കുകയല്ല, കൊല്ലപ്പെടുകയാണ്. ഒരു കൊലപാതകത്തിൻ്റെ ഇരയാണ്. സ്വന്തം സഹോദരനാണ് കൊല്ലുന്നത്, സ്വന്തം സഹോദരൻ. പല വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, സഹോദരൻ സഹോദരനെ കൊന്നു, രക്തബന്ധം. സഹോദരൻ സഹോദരനെ കൊന്നു എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? രക്തബന്ധത്തിൻ്റെ സ്നേഹം പോലും ദൈവസ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമായിട്ട് മാറും. ഭാര്യാഭർത്തൃബന്ധം ദൈവസ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമാണ്, സാവകാശം കൊല്ലുന്ന വിഷം. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹം ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമാണ്. മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും ചെയ്യുന്ന അവർ കൊടുക്കുക, ആ സ്നേഹം വിഷമായിട്ട് മാറും. സ്നേഹിതന്മാരോ സുഹൃത്തുക്കളോ തമ്മിൽ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതും വിഷമായിട്ട് മാറും. അപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം, ഈ സ്നേഹങ്ങളെല്ലാം സ്നേഹമാകണമെങ്കിൽ അത് ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ തെളിവുകളൊന്നും നൽകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ നോക്കിയാൽ പോരെ. ദൈവസ്നേഹത്തിൻ്റെ കുറവ് എവിടെയുണ്ടോ അവിടെ സ്നേഹം തൻ്റെ വിഷമായിട്ട് മാറുന്നില്ലേ? സ്നേഹം വഷളായാൽ അതിനേക്കാൾ വഷളാക്കുന്ന മറ്റൊന്നുമില്ലെന്നാണ് പറയുക. ശരിയല്ലേ അത്? ഞാൻ ആവർത്തിക്കുക, ഏത് സ്നേഹവും, ഭൂമിയിലുള്ള ഏത് സ്നേഹവും ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിഷമായിട്ട് മാറും, മറ്റുള്ള കൊല്ലും. കായേൻ്റെ സ്നേഹം ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് കായേൻ ഹാബേലിനെ കൊന്നു, സഹോദരൻ സഹോദരനെ കൊന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഏത് സ്നേഹവും, രക്തബന്ധത്തിൽ ഉൾപ്പെടെ ഏത് സ്നേഹവും ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. ഇല്ലെങ്കിൽ അത് വിഷമായിട്ടും കൊലപാതകമായിട്ടും മാറും. നമ്മൾ എത്രയോ സംഗതിയിൽ കാണുന്നു അല്ലേ? ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊല്ലുന്നു, ഇങ്ങനെ മക്കളെ കൊല്ലുന്നു, പാറയിലടിച്ച് കൊല്ലുന്നു. ഇങ്ങനെ എന്തുമാത്രം കുറ്റകൃത്യങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അതിന് കാരണം ഇതാണ്, അതൊന്നും ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കായേൻ, കാനാന്യരുടെ പിതാവാണ് കായേൻ. കാനാന്യരുടെ പിതാവ് കായേൻ കർഷകരായിരുന്നു, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കർഷകരുടെ ഏറ്റവും വലിയ ആകുലത അല്ലെങ്കിൽ വ്യഗ്രത എന്താണ്? മഴ ആവശ്യത്തിന് കിട്ടണം, ആവശ്യത്തിന് കിട്ടാവൂ, അത് സമയത്ത് കിട്ടണം. കൃഷി മഴയെ ആശ്രയിച്ചാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ജലസേചന മാർഗങ്ങളൊക്കെ വന്നെങ്കിലും മഴയെ ആശ്രയിച്ചാണ് കൃഷിയുടെ ബഹുഭൂരിപക്ഷവും. അപ്പോൾ കർഷകരുടെ ഏറ്റവും വലിയ ആശങ്കയോ വ്യഗ്രതയോ സമയത്തിന് മഴ കിട്ടുക, അത് ആവശ്യത്തിന് മാത്രം കിട്ടുക, ആവശ്യത്തിന് കൂടാതിരിക്കുക. പണ്ട് കാലത്ത് ഈ കാനാന്യരെന്ന് പറഞ്ഞാൽ പ്രജാതിക്കാരാണ്. അപ്പോൾ അന്ന് പ്രജാതിക്കാരൻ വെച്ചാൽ അവരുടെ പൂർവ്വപിതാവാണ് കായേൻ. ഈ കർഷകരുടെ ഏറ്റവും വലിയ ആശങ്ക ഞാൻ പറഞ്ഞല്ലോ, ഇതാണ്, മഴ വേണം. മഴ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണമെന്നാണ് പ്രജാതി വിശ്വാസം, കാനാന്യരുടെ വിശ്വാസം. മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം, പല ദൈവങ്ങളുണ്ടെന്നാണ് വിശ്വാസം. മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അക്കാലത്ത് 2 കാര്യങ്ങളുണ്ടായിരുന്നേ. ഒന്ന്, നരബലി. അതുകൊണ്ടാണ് കായേൻ ഹാബേലിനെ വയലിലേക്ക് കൊണ്ടുപോയി വയലിൽ വെച്ചാണ് കൊന്നത്. നരബലി നടത്തി ഈ മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കായേൻ്റെ പേരിലുള്ള വലിയ കുറ്റം. അതുകൊണ്ടാണ് ദൈവം അവനെ ചോദ്യം ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സഹോദര ബന്ധത്തിലെ ഒരു പ്രശ്നം മാത്രമല്ല, ഇത് പുറജാതിക്കാരുടെ ആചാരമായിരുന്നു നരബലി നടത്തി മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. അതിനെതിരെയാണ് ദൈവം ചോദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു വശം നമുക്ക് കാണാം. ഹാം, നോഹയുടെ മകൻ ഹാം.
അദ്ദേഹം കാനാനിയുടെ മറ്റൊരു പിതാവാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അപ്പനായ നോഹയുടെ നഗ്നത കണ്ടു എന്നാണ്. മദ്യം കൊടുത്തിട്ട്, ഒർഗിയാസ്റ്റിക് ഫെസ്റ്റിവൽ എന്നാണ് ഇംഗ്ലീഷ് പറയുക, മദ്യസേവ. മദ്യം കൊടുത്ത് അപ്പനെ ബോധം കെടുത്തി, അപ്പനെ നഗ്നത കണ്ടെന്ന് പറഞ്ഞാൽ അപ്പനുമായിട്ട് ലൈംഗികത ആസ്വദിച്ചെന്നാണ്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. പണ്ട് കാലത്ത് മഴദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് പുറജാതിക്കാർ ചെയ്തിരുന്നതാണ് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. അന്ന് ഹാമ ചെയ്തത്, ഹാമിൻ്റെ അപ്പനെ തന്നെ മദ്യം കൊടുത്ത് ബോധം കെടുത്തി അപ്പൻ്റെ നഗ്നത കണ്ടു, അപ്പനുമായിട്ട് അവൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ അതൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. മഴദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാനാനിൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഷേമും യാഫത്തും ഇങ്ങനെ പുതപ്പ് അപ്പൻ്റെ നഗ്നത കാണാതെ പുറങ്ങനെ വലിച്ച് അപ്പൻ്റെ നഗ്നത കാണാതെ മൂടി എന്ന് പറയുന്നത്. കാരണം അപ്പൻ്റെ നഗ്നത കാണാമെന്ന് പറഞ്ഞാൽ അത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ തുല്യമാണ്. ഹാമിൻ്റെ പാപത്തിൽ അവർ പങ്കു പറ്റും എന്ന പേടി കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. കാരണം കാനാന്യരുടെ പിതാവാണ് കായേൻ, കാനാന്യരുടെ മറ്റൊരു പിതാവാണ്, പിൻതലമുറയിലെ പിതാവാണ് ഹാമ്. രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ പ്രീതിയല്ലാത്ത കാര്യം ചെയ്തു. ഒരാൾ അപ്പനുമായിട്ട് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, പുരുഷ വേശ്യാവൃത്തി ചെയ്തു, അത് ഹാമ്. ഇവിടെ സഹോദരനെ കൊന്ന് നരബലി നടത്തി മഴദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഈ കാനാനയുടെ ആചാരങ്ങളെ അപലപിക്കുകയാണ് ബൈബിൾ എഴുതിയ ബൈബിൾ രചയിതാവ്. അപ്പോൾ ഹാബേൽ അതിനൊരു വിക്റ്റിമായി. അതായത് പുറജാതിക്കാരുടെ ദേവസങ്കല്പത്തിൻ്റെ ഒരു ഇരയാണ് ഹാബേൽ. പുറജാതിക്കാരുടെ ദേവസങ്കല്പത്തിൻ്റെ ഒരു ഇരയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ആദാമിൻ്റെ കാലത്തൊക്കെ ഈ പുറജാതി സങ്കല്പം ഉണ്ടോ എന്ന്. ആദ്യ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സേത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലൈനാണ്. സേത്ത് ഹാബേലിന് പകരം വന്നത്. കായേൻ പുറജാതിക്കാരുടെ ലൈനാണ്. ലോകത്ത് സ്വജാതിരും വിജാതിരും സങ്കല്പത്തിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ലൈനേ ഉള്ളൂ ആദാമിൽ നിന്ന്. ഒന്ന് പുറജാതിക്കാരുടെ ലൈൻ, കായേൻ്റെ ലൈൻ. മറ്റൊന്ന് ഹാബേലിൻ്റെ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഹാബേലിനെ കൊന്നതുകൊണ്ട് സേത്തിൻ്റെ ലൈൻ, ഹാബേലിന് പകരം നൽകപ്പെട്ട സേത്തിൻ്റെ ലൈൻ. ഈ തരത്തിലാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൈബിൾ അവതരിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്താൽ പഠിപ്പിക്കപ്പെടണം. നമ്മൾ വചനത്തെ പഠിപ്പിച്ചാൽ പോരാ. ഇങ്ങനെയാണോ? നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, തിരുവചനം നമ്മെ പഠിപ്പിക്കണം. അതിന് നമുക്ക് കുറച്ച് എളിമ വേണം. അത് ഈ ഹാബേലിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാബേലിൻ്റെ ബലി പോലെ നമ്മൾ എത്രയോ പ്രാവശ്യം ചൊല്ലുന്നു. അവൻ്റെ ജീവൻ കൊടുക്കുന്ന തുല്യമായിട്ടാണ് ഈ ആടുകളെ കൊടുത്തത്. തൻ്റെ ജീവൻ തന്നെയാണ് അവൻ ബലി സമർപ്പിച്ചത്. നമുക്കങ്ങനെ സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ സഭയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും വേണ്ടി അങ്ങനെ നമ്മുടെ ജീവൻ തന്നെ സമർപ്പിക്കാൻ ഹാബേലിനെ പോലെ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.